ബിടെക് ലാബ് എക്സാം എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, എങ്ങനെയാണ് പാസ്സാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സോ ലാബ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ലാബ് ചെയ്യുന്നത് പോലെ തന്നെ 3 സ്റ്റേജസ് ആണുള്ളത്. ആദ്യം നമ്മൾ ചെന്ന് കഴിഞ്ഞുകൊണ്ട് റെക്കോർഡ് കൊടുക്കണം. റെക്കോർഡിന് തന്നെ നമുക്ക് 30 മാർക്സ് ഉണ്ട്. അപ്പോൾ റെക്കോർഡ് പ്രോപ്പറായി സൈൻ മേടിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മാർക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊസീഡ് വാങ്ങണം. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് ഏത് എക്സ്പെരിമെൻ്റ് ആണോ കിട്ടിയേക്കുന്നത് അതിൻ്റെ എയിം, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രോസസ്, ടേബിളാർ കോളം, ഗ്രാഫ്, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രൊസീഡ് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 50% നമ്മൾ പാസ്സാവും എന്ന് ഉറപ്പിക്കാം. അത് കഴിഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വിടും. എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് 100% ഫുള്ളി ഔട്ട്പുട്ട് കിട്ടും, ചിലപ്പോൾ പാർഷ്യൽ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. എന്നാലും വലിയ തിരക്കേടില്ല, നമ്മളെ പാസ്സാക്കാനുള്ള നയമുണ്ട്. അത് കഴിഞ്ഞ് വൈവയ്ക്ക് പോയിരിക്കും. വൈവയ്ക്ക് ഇരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2-3 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിച്ചാണല്ലോ പോകുന്നത്, നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ഓരോ ബാച്ചിൻ്റെ വൈവ കഴിയുമ്പോൾ, അതുപോലെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ നമ്മുടെ സീനിയേഴ്സിൻ്റെ വൈവ കഴിയുമ്പോൾ അവരൊരു ഗൂഗിൾ ഫോമിൽ ഒരു ഗൂഗിൾ എക്സൽ ഷീറ്റിൽ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ അവർ നമുക്ക് അയച്ചു തരുമായിരുന്നു. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് അങ്ങനെ ചെയ്യും. അതുപോലെ ഓരോ ബാച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും ഇതുപോലെ അവരുടെ അടുത്ത് ചോദിച്ച വൈവ ക്വസ്റ്റ്യൻസ് അയച്ചു തരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പെർട്ടിക്കുലർ ഫാക്കൽറ്റിയുടെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന്. അങ്ങനെയാണ് നമ്മളൊക്കെ വൈവയ്ക്ക് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എല്ലാം കൂടെ പഠിച്ചൊന്നും പോക്ക് നടക്കില്ല. സോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ നോക്കിയിട്ട് അതനുസരിച്ച് ആ ഒരു ഏരിയയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ വൈവയും സുഖമായിട്ട് പാസ്സാവാൻ പറ്റും. സോ ലാബ് അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും പാസ്സാവാൻ പറ്റും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.